അവിടെ നിന്ന് ഇറങ്ങാൻ തരം അനുവാദമൊന്നും ചോദിക്കാൻ നിന്നില്ല. കുറച്ച് റോസാപ്പൂവൊക്കെ അങ്ങ് പറിച്ച് എൻ്റെ കൂടെ കൂടിയിട്ടുണ്ട്. പിന്നെ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. കുളിർക്കെ കാണാൻ മാത്രമുള്ള ഒരു പ്രൊഡക്റ്റിനെ കാണിച്ചുകൊണ്ടാണ് ഞാൻ വെൽക്കം ഒക്കെ പറഞ്ഞിട്ടുള്ളത്. ഒരു കാരണം വെച്ചാലും ഞാനിതിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ലാലേട്ടൻ പറഞ്ഞതേ എനിക്കും പറയാനുള്ളൂ. ബിക്കോസ് നാർക്കോട്ടിക്സ് ഇറ്റ്സ് എ ഡർട്ടി ബിസിനസ്. ഞാൻ ചെയ്യില്ല, നിങ്ങളും ചെയ്യരുത്. ഇനിയിപ്പോൾ എൻ്റെ വ്യൂവേഴ്സായ നിങ്ങൾക്ക് എന്നെ അനുകരിച്ചേ മതിയാവൂ എന്നുണ്ടെങ്കിൽ കണ്ണീ കണ്ട മരങ്ങളിൽ നോക്കുക, ഏതെങ്കിലുമൊക്കെ പഴം കിട്ടാണ്ടിരിക്കില്ല. എന്നിട്ട് ഇങ്ങനെ ചെയ്യൂ ഗൈസ്. അപ്പോൾ നിങ്ങൾക്കൊരു മനസ്സൊക്കെ കിട്ടും. ഓക്കെ, ആപ്പിൾ മരത്തിൻ്റെ ചോട്ടിൽ പോയി നിന്നിട്ട് എന്തൊട്ട് ഡ്രീം കം ട്രൂ മൂമെൻ്റ് ആണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ നിങ്ങളിത് വിശ്വസിക്കണം ഗൈസ്. നിങ്ങളിത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇതെൻ്റെ ഡ്രീമായിരുന്നു. ഡ്രീമിന് സ്വല്പം വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്. ഡ്രീം എന്താണെന്ന് ഞാൻ പറയാം. എനിക്ക് ഗ്രീൻ ആപ്പിൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ഗ്രീൻ ആപ്പിൾ ഇതുപോലെ കായ്ച്ചു കിടക്കുന്ന മരത്തിൽ നിന്ന് ആ കുലയോടുകൂടി എൻ്റെ വായയിലേക്ക് വെക്കുക എന്നതായിരുന്നു എൻ്റെ ഡ്രീം. എന്നിട്ട് കടിച്ചങ്ങ് കഴിക്കണം. ഇതുപോലെ. ആഹാ, സ്വർഗം. ആ 5-6 കടി ഞാൻ എന്തിനാണ് റീവൈൻഡ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റേ ഒരു എക്കോ ഇല്ലേ, ആ കടിക്കുന്ന സൗണ്ട്. ആഹാ, എന്തൊരു സുന്ദരം. പിന്നെ ഞാൻ ആരും കാണാണ്ട് അല്പം സ്വല്പം ആപ്പിളൊക്കെ പൊക്കിയായിരുന്നു കേട്ടോ. ഇട്ട വസ്ത്രത്തിലൊക്കെ തികയ്ക്കാൻ പറ്റണ അത്രയും ഞാൻ എടുത്തു. എന്നിട്ട് വീട്ടിൽ കൊണ്ടുപോയി അച്ചാറിട്ടു. ഇനി ഞാൻ നിങ്ങൾക്കൊരു സൂത്രം കാണിച്ചു തരാം. നോക്കൂ, നമ്മുടെ ഐഫോണിൻ്റെ സിമ്പിൾ പോലെ നോക്കിയതാ. പക്ഷേ ഒത്തു അല്ലേ? ചിലവർക്ക് നടക്കും, ചിലവർക്ക് നടക്കില്ല. അങ്ങനെ അവിടുത്തെയും ഒരു അലങ്കോലപ്പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് ഒരു പാർക്കിലേക്കായിരുന്നു. എന്തിനായിരുന്നു എന്ന് ചോദിച്ചാൽ ഈ സാധനം എടുക്കാൻ. ഇവിടെ ഈ സാധനം, ഈ ഒരു കായ എടുക്കാൻ വേണ്ടി 60 രൂപ ഞാൻ ചിലവാക്കി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചതെന്ന്. എന്നാൽ അങ്ങനെയല്ല. ആ പുഴയിൽ കൂടി വരുന്ന സംഭവം കണ്ടോ, അതാണ് റിവർ റാഫ്റ്റിങ്. അതെനിക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ല. ആ സമയം കൊണ്ട് ഞാൻ അടുത്തുള്ള പാർക്കിലേക്ക് സൂക്ഷ്മമായി നിരീക്ഷിച്ച് നോക്കിയപ്പോൾ അവിടെ പൈൻ മരങ്ങൾ കണ്ടു. ആ കായ വെറുതെ വീണടക്കുന്ന കണ്ടു. അതെടുക്കാൻ വേണ്ടിയിട്ട് പാർക്കിലേക്കുള്ള ടിക്കറ്റ് ഫീ ആണ് ഞാൻ പറഞ്ഞ പൈസ. ഇനി നിങ്ങളെ ഞാൻ കാണിക്കുന്നത് ഹിമാചൽ പ്രദേശ്. അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ആൾക്കാർ അവർ ധരിക്കുന്ന വസ്ത്രാലങ്കാരം. അങ്ങനെയൊരു വാക്ക് ഉണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. കൂടുതൽ ആലോചിച്ച് സമയം കളയണ്ട. ഞാനായതുകൊണ്ട് ആ ഫ്ലോയിലങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് അവരുടെ വസ്ത്രം. അത് ഞാൻ ധരിക്കുമ്പോൾ അതൊരു വേഷം കെട്ട്. വളരെ ടഫ് ടൈമായിരുന്നു. അവരവരുടെ പണി അവരവർ വളരെ ഭംഗിയായി ചെയ്യുന്നുണ്ടായിരുന്നു. ആ ചേച്ചി ഉള്ള സാമഗ്രികളൊക്കെ എടുത്ത് എന്നെ ഒന്ന് മെനയാക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. ഈ സമയം ക്യാമറമാനെ ഞാൻ സ്മരിക്കുന്നു. മാലയും കൂടി ആയപ്പോൾ മുടുക്കത്തിയായി. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എനിക്ക് സത്യം പറഞ്ഞാൽ നല്ലപോലെ തോന്നുന്നുണ്ട്. എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു. പക്ഷേ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പാർട്ട് ഫണ്ണാണെങ്കിലും, ഫണ്ണെന്ന് പറഞ്ഞപ്പോൾ ഒടുക്കത്തെ കോമഡി ആണെങ്കിലും, ദിസ് വാസ് മൈ ഡ്രീം ടു ഡ്രസ് ലൈക്ക് ദിസ്. ഹഡിംബയിലാണ് ഞാൻ ആഗ്രഹിച്ചത്, പക്ഷെ കിട്ടിയത് ഇവിടെയാണ്. ഞാൻ ഇത്രയൊക്കെ ചെയ്യുമ്പോഴും ചുറ്റിനുള്ള ഒരു ഒടുക്കത്തെ പ്രോത്സാഹനമായിരുന്നു. എന്ത് കണ്ടിട്ടാണോ ആവോ, അവർക്കുള്ള മോട്ടിവേഷൻ ഞാനായിരുന്നു. കാരണം ഞാനായിരുന്നു ഫസ്റ്റ്. ഇപ്പോൾ ഈ കാണുന്ന എല്ലാവരും എൻ്റെ ഈ ജേണിയിൽ പാർട്ടായിട്ടുള്ളവരാണ്. ഈ ഒരു ഒറ്റ യാത്ര കൊണ്ട് ചേട്ടന്മാരും ചേച്ചിമാരും അമ്മാമ്മമാരും അനിയന്മാരും അനിയത്തിമാരും അങ്ങനെ ഒക്കെ ആയി മാറിയിട്ടുള്ള ഒരു പിടി നല്ല മനസ്സുള്ള മനുഷ്യർ. ഓരോരുത്തർക്കും ഓരോരോ കഥകളായിരുന്നു ഈ ഒരു യാത്രയിൽ വരാനുള്ള കാരണങ്ങൾ. ഈ ഫ്രെയിമിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നവരും കാണാത്തവരായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യണം എന്നാണല്ലോ. അങ്ങനെ ഫസ്റ്റ് കണ്ടുപിടിച്ച പേരാണ് സിദ്ധു. മണാലിയിൽ വെച്ചത് കഴിക്കാനായിട്ട് പറ്റിയില്ല. പക്ഷേ ഇവിടെ വെച്ചിട്ട് അതിനെക്കുറിച്ച് അറിഞ്ഞ് കഴിച്ചു. कुल्लू की फेमस डिश है सिद्धू. स्टफिंग रहती है उसमें, अखरोट, दाल. हाँ बस, और दाल एंड अखरोट. नो नॉन वेज, ओनली वेज. Okay. Yes. Thank you. Okay, you welcome. Thank you.